സാർ ഒരു നല്ല ആളാണെന്നെല്ലാവർക്കും മനസ്സിലായി. അത് തന്നെയാണ് അങ്ങോട്ട് കയറ്റാൻ പറയും. കയറ്റി നോമ്പ് മുറിച്ച് നിസ്കരിച്ചിട്ട് വരാൻ വേണ്ടി പറയും. അത്ര നേരം വെയിറ്റ് ചെയ്യോ? ഞാൻ നോമ്പായിരിക്കുമ്പോഴും എന്നെ ആദ്യം നോമ്പ് കുറിപ്പിക്കാൻ വേണ്ടി പള്ളിയിൽ ഏതെങ്കിലും പള്ളി കണ്ടാൽ അങ്ങോട്ട് കയറ്റാൻ ആരെ കുറിച്ച് കുറ്റം പറയത്തില്ല. മനസ്സിലായ ആരാന്ന്? നമ്മുടെ ഷിറ്റ് ഗോപിയണ്ണന്റെ ഡ്രൈവറാണ്. 20 വർഷമായിട്ടുള്ള ഡ്രൈവർ, മുസ്ലിം യുവാവാണ്. ഷമീർ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. അപ്പൊ എന്താണാവോ ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം? ഇപ്പൊ ഈ ഫോക്കസ് മീഡിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിനകത്ത് വന്നിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്തായാലും സുരേഷ് ഗോപി സിനിമാക്കാരനായതുകൊണ്ട് ഈ PR വർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്. ചെലവും കൊടുത്ത് കുറെ മീഡിയാസിനെ ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പൊ എവിടെ സുരേഷ് ഗോപി എന്ത് പരിപാടി നടത്തിയാലും അപ്പൊ വീഡിയോ എടുക്കുക, ഷൂട്ട് ചെയ്യുക, അന്നേരം ഫേസ്ബുക്കിലോട്ട് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുക. ഇപ്പം യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ ട്രെൻഡിങ്ങിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഷിറ്റ് ഗോപിയാണ്. എവിടെ തുറന്നാൽ അപ്പം യൂട്യൂബിൽ നമ്മുടെ ആശാന്റെ വീഡിയോകളാണ്. അതുകൊണ്ട് തന്നെ അണ്ണനെ കൊണ്ടിപ്പം യൂട്യൂബ് തുറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും അണ്ണൻ എവിടെ ചെന്ന് പരിപാടി നടത്തിയാലും അവിടെയൊക്കെ പൊളിഞ്ഞ് പണ്ടാരം അടങ്ങുന്ന കാഴ്ചയാണ് കാണാറുള്ളത്. അപ്പോൾ എന്താണാവോ ഷമീറിന് ഇപ്പോൾ വരാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നാളെ ആയിരിക്കും ഒരു പക്ഷേ നോമ്പ് തുടങ്ങുന്നത്. അപ്പം എൻ്റെ കൂടെ നിൽക്കുന്ന 20 വർഷമായിട്ടുള്ള ഒരു മുസ്ലിം യുവാവ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിനകത്ത് ചില കാര്യങ്ങളുണ്ട്. ഇന്ന് രാവിലെ തൃശ്ശൂരിലെ ഒരു പ്രധാനപ്പെട്ട ഒരു മസ്ജിദിൽ നമ്മുടെ ആശാൻ എത്തി. ഭയങ്കര ധൃതി പിടിച്ചൊക്കെയാണ് ആശാൻ വന്ന് അങ്ങോട്ട് കയറി അവിടുത്തെ ഉസ്താദിന് ഒരു പൊന്നാട അണിയിച്ചു. ഈ പൊന്നാട എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ അതിനകത്ത് സ്വർണ്ണം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇനി അത് ഉരുക്കി നോക്കാനോ അല്ലെ ചുരണ്ടി നോക്കാനോ പോരുത്. വെറും പൊന്നാട. ഈ പൊന്നാട അണിയിക്കുന്ന സമയത്തും ഒരു ചെറിയ നാടകം നടന്നിരുന്നു. അതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്താണെങ്കിലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പൊ ഷമീർ 20 വർഷമായിട്ട് നമ്മുടെ ഷിറ്റ് ഗോപി ചേട്ടൻ്റെ കൂടെയാണ്. അദ്ദേഹത്തെ കുറിച്ചിട്ട് പറയാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഷമീറിനുണ്ട്. കാരണം ഈ മനുഷ്യനെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? കാരണം ഇത്രയും നല്ല മനസ്സിന് ഉടമയായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും തങ്കപ്പെട്ട മനുഷ്യൻ സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങൾ പോലും നോക്കാതെ അല്ലെങ്കിൽ സമ്പാദിച്ചു വെച്ചിട്ടുള്ള സ്വത്തുക്കൾ പോലും നോക്കാതെ പാവപ്പെട്ടവർക്ക് എടുത്ത് അപ്പം കൊടുക്കുന്ന ഈ ഒരു മനുഷ്യനെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇതാക്കുന്നത്? ഇദ്ദേഹത്തെ നിങ്ങൾ ജയിപ്പിച്ചു വിട്ടാണല്ലോ ആ തൃശ്ശൂരിന്റെ മുഖച്ഛായ അദ്ദേഹം മാറ്റിത്തരും. അതുകൊണ്ട് നമ്മുടെ അണ്ണൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഡ്രൈവറായിട്ടുള്ള ഈ ഷമീർ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന് നമ്മുടെ അയ്യനെ കുറിച്ചിട്ട് എന്താണോ പറയാനുള്ളത്? കാരണം അയ്യനാണെങ്കിലും അല്ലെങ്കിൽ ഞാനിനി ബ്രാഹ്മണനാണെന്ന് പറഞ്ഞാലും നമുക്കിതേ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. അതുകൊണ്ടാണല്ലോ ഞാൻ ക്രിസ്ത്യൻ പള്ളിയിൽ മാതാവിന് പൊൻകിരീടം നൽകിയതും ഇപ്പൊ പള്ളിയിൽ കയറി ഉസ്താദിന് പൊന്നാട അണിയിച്ചതും ആദിവാസി കോളനിയിൽ ഞാൻ പോയിട്ട് ഉദ്ഘാടനം നടത്താൻ ചെന്നപ്പോൾ അവിടെ ആളില്ലാഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് തിരിച്ചു പോയതും ഇതെല്ലാം തൃശ്ശൂരിലെ ജനങ്ങളെ നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സാർ ഒരു നല്ല ആളാണെന്നെല്ലാവർക്കും മനസ്സിലായി. അത് തന്നെയാണ് അങ്ങോട്ട് കയറ്റാൻ പറയും. കയറ്റി നോമ്പ് മുറിച്ച് നിസ്കരിച്ചിട്ട് വരാൻ വേണ്ടി പറയും. അത്ര നേരം വെയിറ്റ് ചെയ്യോ? ഞാൻ നോമ്പായിരിക്കുമ്പോഴും എന്നെ ആദ്യം നോമ്പ് കുറിപ്പിക്കാൻ വേണ്ടി പള്ളിയിൽ ഏതെങ്കിലും പള്ളി കണ്ടാൽ അങ്ങോട്ട് കയറ്റാൻ പറയും. ആരെ കുറിച്ച് കുറ്റം പറയത്തില്ല. എല്ലാവരും നന്ദികരമായിട്ട് വണ്ടിയൊക്കെ ഓടിക്കണമല്ലോ. നമ്മളിങ്ങനെ ഇരിക്കുകയാണെങ്കിലും സാറ് മുതലേ എല്ലാ കാര്യങ്ങളിലും എല്ലാവർക്കും വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. എനിക്കറിയാം, ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ സാറിൻ്റെ അവിടെ സാറെപ്പോഴും പണ്ട് രാഷ്ട്രീയത്തിലൊന്നും ഇല്ലാതിരുന്നപ്പോഴേ സാറിൻ്റെ കൂടെയാണ്. സാറെപ്പോഴും പാവങ്ങൾക്ക് വേണ്ടി എവിടെ കണ്ടാലും കയറി ഇടപെടുന്ന ആളാണ്. അതൊക്കെ എനിക്കറിയാം. ഞാൻ ദൂരെയൊക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ തന്നെ ഞാൻ നോമ്പായിരിക്കുമ്പോഴും എന്നെ ആദ്യം നോമ്പ് കുറിപ്പിക്കാൻ വേണ്ടി പള്ളിയിൽ ഏതെങ്കിലും പള്ളി കണ്ടാൽ അങ്ങോട്ട് കയറ്റാൻ പറയും. കയറ്റി നോമ്പ് മുറിച്ച് നിസ്കരിച്ചിട്ട് വരാൻ വേണ്ടി പറയും. അത്ര നേരം വെയിറ്റ് ചെയ്യോ? സാറ് വെയിറ്റ് ചെയ്യും. എവിടെ വെയിറ്റ് ചെയ്യും. എന്നിട്ട് പറയും ഏതാണ് അടുത്ത ഹോട്ടൽ, അവിടെ കയറ്റി അവിടെ പോയി ആഹാരം വാങ്ങിച്ച് തന്നിട്ടേ അടുത്ത് വണ്ടി എടുക്കും. അതേപോലെ നിസ്കരിക്കാനും എല്ലാ സൗകര്യം ഉണ്ടായി തരും. പണ്ട് മുതലേ അങ്ങനെയൊക്കെ എല്ലാത്തിൻ്റെ ഇടത്തും നല്ല ആദരവാണ്. എത്ര വർഷമായി? തെറ്റ് കണ്ട ഇടപെടും. അത് മുഖം നോക്കി ആരെ മുഖത്ത് നോക്കി തുറന്നു പറയണ ഒരു സ്വഭാവം. അത് തന്നെയാണ് ചില സമയത്ത് രാഷ്ട്രീയ മറ്റുള്ള എതിരാളികൾ എടുത്തിട്ട് പറയുന്ന ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. തെറ്റ് കണ്ട എപ്പോഴും ഇടപെടും. എവിടെ ആയാലും അത് സാറിന് ആരെന്നൊന്നുമില്ല. എല്ലായിടത്തും തുറന്നങ്ങ് പറയും. അങ്ങനെയൊന്നും മറച്ചു വെക്കണ ഒരു സ്വഭാവമൊന്നുമില്ല. അങ്ങനെയൊക്കെ വലിയ പണ്ട് മുതലേ നല്ല പ്രവർത്തനമാണ്. അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാ ഷൂട്ടിങ്ങിനൊക്കെ തിരക്കായ സമയത്ത് പോലും എല്ലാം കളഞ്ഞിട്ട് സാറ് കല്യാണത്തിനൊക്കെ വന്നു പങ്കെടുത്തു. അതൊക്കെ ഭയങ്കര ഒരു സംഭവമാണ്.
എൻ്റെ കൊച്ച് ആദ്യം ജനിക്കുമ്പോഴും സാറ് അതിനും വന്നു, എല്ലാത്തിനും വരും. അങ്ങനെ ഭയങ്കരമായ സഹായങ്ങളും കാര്യങ്ങളും ഒക്കെ എപ്പോഴും ചെയ്യുന്ന ആളാണ്. വലിയൊരു നല്ല ഒരു മനുഷ്യനാണ്, പച്ചയായ മനുഷ്യൻ എന്ന് പറയാം. പച്ചയായ മനുഷ്യനായ കാരണം പല പ്രാവശ്യം അത് പ്രശ്നങ്ങളായി മാറാറുണ്ട് അല്ലേ? അത് ഈ ആളുകൾ, ഈ ശത്രുക്കൾ, രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ ശത്രുക്കളാണോ അത്? രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്, പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ്, ശത്രുക്കളുണ്ടാവും. കാരണം എന്തെന്ന് പറയാം, എല്ലാവർക്കും ഭരണം വേണം. ഒരാളിങ്ങനെ നല്ല ഒരു സത്യസന്ധനെ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. അതാണ് ഈ പ്രശ്നത്തിൻ്റെ എല്ലാം കാരണം, വേറെ ഒന്നുമല്ല. ഇതാണ് പൊളിറ്റിക്സ് എന്ന് പറയാം. പക്ഷെ സാറിന് പൊളിറ്റിക്സ് ഇല്ല, അറിഞ്ഞൂടാ. അതാണ് സാറിന് പൊളിറ്റിക്സിലെ അങ്ങനെയുള്ള ഒരു ശുദ്ധ മനസ്കനാണ്. എപ്പോഴും നേരെ വാ, നേരെ പോ, അങ്ങനെയുള്ളതല്ല. അവരെ സാധാരണക്കാരിൽ സാധാരണ ആളുകളായിട്ട് ജീവിക്കാനാണ് എപ്പോഴും താല്പര്യം. എത്ര വർഷമായി? ഞാന് സാറ് പിള്ളേരൊക്കെ കുഞ്ഞുനാളിലെ സ്കൂളിൽ പഠിക്കുമ്പോൾ അതിനു മുമ്പേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വേറെ ജോലിക്കൊക്കെ പോയപ്പോൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്തു. അതിനെല്ലാം സാറ് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ പോയി ചെയ്യാൻ പറഞ്ഞു. വീണ്ടും വന്നപ്പോൾ ജോലിക്ക് കയറാനും പറയും. അങ്ങനെ ഒരു നല്ല ശുദ്ധ മനസ്സിനാണ് മനുഷ്യ, ശുദ്ധ ഇതെന്ന് പറയും, ഒരു മനസ്സുള്ള ആളാണ്. എന്തായാലും ജയിക്കും. പൂർണ്ണമായിട്ടും എല്ലാ ആളുകളുടെ സപ്പോർട്ടുണ്ട്. അത് മുസ്ലിങ്ങളാരും, ഞാൻ മുസ്ലിമാണ്, ഞാൻ കണ്ടപ്പോൾ എല്ലാവർക്കും അത് താല്പര്യമുണ്ട് സാറിനെ ജയിപ്പിച്ചെടുക്കണം. സാറൊരു നല്ല ആളാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതൊക്കെയാണ് സാറിൻ്റെ പ്ലസ് പോയിന്റ്. ഇത്രയും നല്ലൊരു മനുഷ്യനെ തൃശ്ശൂർ ജനതയ്ക്ക് കിട്ടിയിട്ട് അദ്ദേഹത്തെ ജയിപ്പിച്ചില്ലെങ്കിൽ പിന്നെ അവിടെയുള്ള ജനങ്ങളൊക്കെ മണ്ടന്മാരെന്നല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ, അല്ലേ? കാരണം ഇത്രയും വിശാലമായിട്ടുള്ളൊരു മനസ്സ്, എൻ്റെ അയ്യനെ സ്നേഹിക്കാനും, അല്ലെങ്കിൽ ഈ പറയുന്ന അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായിട്ട് ജനിക്കാനും, അല്ലെങ്കിൽ ഈ വണ്ടിക്കകത്തിരുന്നുകൊണ്ട് ഈ സാധാരണക്കാരായിട്ടുള്ള പെണ്ണുങ്ങൾ വന്നപ്പം അവരുടെ കാലേ തൊട്ടിട്ട് അവർക്ക് ദക്ഷിണ കൊടുക്കാനൊക്കെ കാണിച്ചിട്ടുള്ള ഈ വലിയ വിശാലമായിട്ടുള്ള ഈ ഒരു മനസ്സിനുടമ എവിടെ ആയിരുന്നു ആശാൻ ഇത്രയും നാളും? നിങ്ങളൊക്കെ വരേണ്ട സമയത്ത് തന്നെ വന്നിരിക്കുന്നത്. കാരണം ഇനിയിപ്പോൾ എന്തായാലും റംസാനൊക്കെ തുടങ്ങുകയാണല്ലോ. ന്യൂനപക്ഷങ്ങളുടെ ചെറിയൊരു പ്രീണന പിടിച്ചു പറ്റാൻ വേണ്ടി ഈ PR വർക്കിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ ഷമീർ എന്ന് പറയുന്ന ഈ ആശാൻ, നമ്മുടെ സിറ്റ് ഗോപിയണ്ണന്റെ ഡ്രൈവറായിട്ടുള്ള ഇദ്ദേഹം ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്താണെങ്കിലും പല പരിപാടികളും തൃശ്ശൂർ നമ്മൾ നടത്തുന്നുണ്ട് കേട്ടാ. എങ്ങാനും കയറി അങ്ങോട്ട് കപ്പടിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നതേ നമ്മൾ അങ്ങോട്ട് പൊളിച്ചടുക്കും. അപ്പോൾ നമ്മൾ ഈ മണിപ്പൂർ വിഷയങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന മാതാവിൻ്റെ പൊൻകിരീടം അല്ലെങ്കിൽ ചെമ്പ് കണ്ട സംഭവങ്ങളെ കുറിച്ചിട്ടൊന്നും അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. ഞാൻ പുതിയ വാഗ്ദാനങ്ങൾ അങ്ങോട്ട് തരുന്നുണ്ട്. അത് നിങ്ങൾ അങ്ങോട്ട് സ്വീകരിച്ച് നിങ്ങൾ എന്നെ ജയിപ്പിച്ചാൽ പിന്നെ നിങ്ങൾ കണ്ടോളൂ, ഞാൻ കാണിച്ചു തരാം. ഇവിടെ പലവന്മാരെ ഞാൻ ആക്കും. പിന്നെ ആരെയും കുറിച്ചിട്ട് ഇതുവരെ കുറ്റം പറയാത്ത നല്ല മനസ്സിനുടമയായിട്ട് നമ്മുടെ ഈ ഷിറ്റ് അണ്ണനെ എന്ത് വില കൊടുത്തും തൃശ്ശൂരിലെ ജനങ്ങൾ ജയിപ്പിക്കുകയോ ഇല്ലേ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഏതായാലും PR വർക്കൊക്കെ നല്ല ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെയൊക്കെ സ്വന്തം വിനീസ് ടു എന്റർടൈൻമെന്റ്.